ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്നെന്താ വെച്ചാൽ നമ്മൾ ഔട്ട്ബൗണ്ട് പോവാണ്. സമയം രാവിലെ 3:30. അപ്പോൾ എല്ലാവരും റെഡി ആവുകയാണ്. കാണിച്ചു തരാം. കാലാമത്തേക്ക് കോളേജിലെത്തി. അപ്പോഴത്തേക്ക് ആരും വന്നിട്ടാ. പിന്നെ എല്ലാവരും വെയിറ്റ് ചെയ്ത് അങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ ബസ്സിൽ കയറി. ഉറങ്ങാനല്ലേ പോകുന്നേ. എനിക്കും പിന്നെ തൃശ്ശൂരെത്തി ചായയും കുടിച്ച് പിന്നെ എല്ലാരും ഓണായി. പിന്നെ അങ്ങനെ ഡാൻസായി, പാട്ടായി. പിന്നെ അങ്ങോട്ടൊരു ഗാനമേളയായിരുന്നു. പക്ഷെ നമ്മുടെ റെസ്റ്റോറന്റ് വരുന്നത് അവിടെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അവസാനം ഫുഡ് കഴിക്കാൻ എത്തിയിരിക്കുകയാണ്. ഉണ്ടോ, പാർക്കലുണ്ട്, സെറ്റപ്പ് തന്നെ. വരുമ്പോഴോ പച്ചപ്പും ഹരിതവും കണ്ടു. പച്ചപ്പും ഹരിതവും. ഗോപിക ഇങ്ങോട്ട് നോക്കിയേ. സൂപ്പർ അല്ലടാ. പിന്നെ അല്ല ചോറിന് നമുക്ക് മീൻ പൊരിച്ചത്, എന്താ അയിലല്ലേ? അയില പൊരിച്ചത് ഇത്ര കണ്ട് കഴിച്ചു. ഇത്ര കണ്ടത് കറി എന്തെല്ലാം പറഞ്ഞോടത്തെ അമ്മ? ഫുഡ് മീൻ പൊരിച്ചത്, മീൻ കറി, ഏട്ടയാന്ന് തോന്നുന്നു. ഏട്ടനെ പോലത്തെ എന്തോ ഒരു സാധനം. ഏത് ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും. നെത്തള് വറുത്തത്, പിന്നെ പപ്പടം, ചമ്മന്തി, അച്ചാറ്, പിന്നെ വെളുത്തുള്ളിയോ നാരങ്ങ. എനിക്ക് വെളുത്തുള്ളി എന്നാ പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അവിയലുണ്ടായിരുന്നു, പയറുപ്പേരി, അങ്ങനെ വിഭവസമൃദ്ധമായ ഒരു കടൽ സദ്യ. സമുദ്ര സദ്യ കഴിച്ചു ഗൈസ്. നല്ല സീൻ, നല്ല ഫുഡ് കേട്ടോ, ഒന്നും പറയില്ല. നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് എന്തല്ലോ ഗെയിംസ് എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. കണ്ട് അറിയാം എന്താണ് ഗെയിംസ് എന്നല്ല. മാമിന്റെ പ്ലാനിലാണ് ഗെയിംസ് ഒക്കെ. ഇതാണ് കേട്ടോ നമുക്കൊരു ഡൗട്ട്. ആണോ? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞു കൊടുക്കുക. ലൈറ്റ് കുറവ്. ഇങ്ങോട്ട് ഇങ്ങനെ. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല അടിപൊളി ഫുഡായിരുന്നു. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു പറയും? അടിപൊളി. മീൻകറി എസ്പെഷ്യലി അടിപൊളി.
മീൻകറിയിൽ പിടിച്ചു അല്ലേ ഗൈസ്? നമ്മളെല്ലാരോടും ഫുഡിന്റെ റിവ്യൂ ചോദിക്കാണ്. അറ്റ് ലാസ്റ്റ് നമ്മൾ ദേവികയുടെ അടുത്ത് എത്തി. ദേവിക പറഞ്ഞു കൊടുക്ക്. നല്ല അടിപൊളി ഫുഡാണ്. ദേവികയാണ് ഗൈസ് നമ്മളെ കൂട്ടത്തില് മീൻ കുഞ്ഞിന്ന് പറയുന്ന സാധനം. മീൻ അടക്കണ്ടാലും ചെറിയൊരു താല്പര്യം. അങ്ങനെ ചെറിയ താല്പര്യം. നല്ല മീൻ വറുത്തതും നല്ല മീൻ പീരയും നല്ലൊരു മീൻ കറി നല്ല അച്ചാറും ഇതൊക്കെ അത്രേ ഉള്ളൂ. വേണം. പിന്നെ എന്ത് വേണം? അവിയല് പപ്പടം, അച്ചാർ. സീൻ ഫുഡ്. ഫുഡിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. നമ്മൾ ഡോർമെറ്ററിയിലേക്ക് പോവുകയാണ്. നമ്മൾ വിളിക്കാം. നമ്മൾ ഡോർമെറ്ററി കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ഡേ നമ്മൾ ഡോർമെറ്ററിലാണ്. വാവ്, ഇവിടെ തണുപ്പുണ്ടല്ലോ. ഹസാ എങ്ങനെ ഉണ്ടോ നമ്മൾ ഡോർമെറ്ററി? നമ്മൾ 12 പേർ. എന്താ ഒരു ചേർച്ചാണ് മെയിന്. നല്ലൊരു അടിപൊളി ഹോട്ടൽ. അന്തിക്കട്ടപ്പുറത്തൊരോലക്കൂട്ടയെടുത്ത് നാലും കൊട്ടിമുറക്കി നടന്നേ. ശരി, ലൈറ്റില്ല കൈസ്. ചേട്ടാ സുഖല്ലേ? തൊഴ അങ്ങോട്ട് ചേട്ടാ. 3:45 വരെ നമുക്ക് സമയം തന്നിട്ടുണ്ട്. അതുവരെ നമുക്ക് റെസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗെയിംസ് എന്താവുമെന്തോ. എന്താണ് കൈസ്? ആരല്ല അവിടെ? എന്താ അവിടെ? ഇത് ഊഞ്ഞാലല്ല, ഇതെന്തോ ഒരു സാധനം കൈസ്. ഇത് അനങ്ങുന്നല്ലുണ്ടല്ലോ. വാവ്, സ്ഥലം കൊള്ളാം. മത്സ്യകന്യെ നോക്ക്. ഗോപിയുടെ സൈഡ് ചിക്കൻ്റെ അടുത്ത് പോയി. നന്നക്ക് വിഷമമുണ്ടോ? എന്താ? എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം എന്നെ വിട്ടിട്ടാണ് അത് അടുത്തിരിക്കുന്നത്. കുട്ടിയായിട്ട് ഞാനും പോവാ. ഗോപി സന്തൂർമ്മ ഇവരിടുന്ന് എന്തൊക്കെയല്ലോ കളിക്കുന്നുണ്ട് കൈസ്. ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. പിടിച്ചു മാറ്റവൻ. ഞാൻ ഈ കണാപ്പനെ മാറ്റിയിരുത്തിയതാ. കല്യാണ വീടായിപ്പോയി അല്ലെ ഞാൻ ചവിട്ടി ഇറക്കിയനെ. എന്തോ വലമുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, സൈക്കിൾ എടുത്തിട്ട് പോകുന്നുണ്ട്. എന്തിനു വന്നോ? ഓടുന്ന ഓടിച്ചിട്ട് വന്നേ. നിർഷ വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് കൈസ്. തരുണ സൈക്കിൾ ഓട്ടുന്നുണ്ട്. വീഡിയോഗ്രാഫർ. അങ്ങനെ നമ്മള് കോട്ടേജ് എത്തി കൈസ്. കോട്ടേജ് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഒന്നിന്റെ മുകളിലാണുള്ളത്. സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് തരുൺ. കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എന്തൊരു പോയിട്ട് പേരാ രാമചന്ദ്രൻ. യെസ്, പറഞ്ഞു കൊടുക്കും നമ്മള്. നമ്മളിപ്പോ കോട്ടേജിക്ക് വന്നത്. ഇപ്പൊ നമ്മള് മേലത്തെ ഫ്ലോറിലാണുള്ള. ഇത് ഗോപിക ഉല്ലാസ് ഗൈസ്. ഇപ്പൊ നമ്മൾ കോട്ടേജിലാണുള്ളത്. കോട്ടേജിന്റെ വ്യൂ കാണിച്ചു തരാം. ഇത് ഒരു വീട്ടോ നല്ല എന്താ ഇങ്ങനത്തെ സെറ്റപ്പ് ഗൈസ്. രസമുണ്ടല്ലേ? എന്താണ് പറയാനുള്ളത്? സെറ്റപ്പ് കണ്ടിട്ട് എമ്മേ ഇത് വരുന്നേ. എന്റെ അങ്ങനെയല്ല, എന്റെ ചോപ്പ് കളർ കണ്ടിട്ടേ എന്തെങ്കിലും കൊത്തിയാലും ചെയ്തെങ്കിൽ തരുണ ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു. ഇതാട്ടോ കോട്ടേജ്. പറഞ്ഞോളൂ. നമുക്ക് പറ്റിയതല്ല. ഏത് വകയില്
പക്ഷെ ലൈറ്റ് ഇല്ലാണ്, എന്തോ ഒരു ലൈറ്റ് ഇല്ലാത്ത പോലെ. എന്തോ കാറ്റാലേ. ഗെയിം കളിക്കുകയാണ് ഗൈസ്. ലേറ്റ് ആയിട്ട് വരുന്നവർക്ക് എന്താണ് പണിഷ്മെന്റ് പറഞ്ഞു? ഒരു ഉഷാറിൽ പറ. അത് വേണ്ടിയിരുന്നു. പണിഷ്മെന്റ് കൊടുക്കുന്നതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? വളരെ നല്ല അഭിപ്രായമാണ്. മോഹനപ്രിയ മാമിന്റെ അതൊരു ഉന്മേഷമായി അംഗീകരണമാണ്. അതെ അതെ. കളിക്കാൻ പോകുന്ന ആൾക്കാരെന്താണ് സ്റ്റെപ്പ് ഇപ്പൊ കാണിക്കും ഗൈസ്. ഇപ്പൊ എപ്പം കാണിക്കും പിന്നെ ലാസ്റ്റ് റേറ്റ് കമ്മർ. സ്റ്റാർട്ട് ചെയ്തോ? ഇങ്ങനൊന്നല്ലടോ നമുക്ക് പോണ്ടേ. അടുത്ത ഗെയിം കളിക്കാൻ വേണ്ടി തയ്യാറാവും ഗൈസ്. നമ്മൾ ടീംമേറ്റ് വരുന്നത് ആരുണ്ട് ടീംമേറ്റില്? സൂര്യ ഉണ്ട്. അടുത്തുള്ളത് ഇവരൊക്കെയാണ് നമ്മൾ ടീംമേറ്റ്സ്. അയ്യോ അതോർത്ത് ലാസ്റ്റ് കാണാം. ഫസ്റ്റ് ടീം പോയിരിക്കാണ് ഗൈസ്. നമ്മള് സഞ്ചിയിൽ പോവുകയാണ് ഗൈസ്. പക്ഷേ സഞ്ചിയല്ല വഞ്ചിയല്ലേ, വഞ്ചിയിൽ പോവാൻ പോവുകയാണ്. അങ്ങനെ കുറെ ഗെയിമുകൾക്കുള്ള ശേഷം നമ്മള് വഞ്ചിയുടെ അടുത്ത് പോവാണ്. തോണി തുഴയാൻ പോവാണ്. എങ്ങനെ ആവാം എന്താ വെള്ളത്തിലത് വീകുവോ? ആ വെള്ളത്തിലത് വീകുവോ? ഇപ്പഴേ പറഞ്ഞേക്കാം. നീന്താനൊന്നും അറിയാലോ എനിക്ക്. അത്രക്കേ എനക്കറിയാട്ടാ. എനിക്ക് നീന്താനെല്ലാം അറിയും ഗൈസ്. ഉണ്ടെങ്കിൽ ആരെങ്കിലും അങ്ങനെയല്ല, എനിക്ക് നീന്താൻ അറിയുന്നോ ഇല്ല പരിശീലിച്ചേ അറിയാമെങ്കിൽ നീ വെള്ളത്തിലിടുന്നില്ല. ഞാൻ രക്ഷിക്കാൻ വരാം. സത്തു അറിഞ്ഞു പോയി. അത്രേ ഉള്ളൂ. ഞാനോക്കെ ഫിൽറ്റർ ചിരി പോലെ കാണുന്നു മുന്നിൽ ഏതോ കിനാക്കൾ ചായുന്നു പോരാമോ പാടുന്നു മൗനം മുളുന്നു താളം തോളത്തു കൂടാമോ മരക്കാർക്കാന്റെ മുറുകാൻ കടയിൽ ഞാൻ പറഞ്ഞു പോയിരുന്നു. മല കണ്ട പൂങ്കാറ്റെ കാണികൾ നീ കൊണ്ടുവന്നാട്ടെ കായൊക്കെ കായ്ക്കുന്ന നാടിന്റെ മധുരൂർ കിസ്സവങ്ങാട്ടെ. മല കണ്ട പൂങ്കാറ്റെ കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ കായൊക്കെ കായ്ക്കുന്ന നാടിന്റെ മധുരൂർ കിസ്സവങ്ങാട്ടെ. പിന്നെ ദേശത്തെ കരുതരാവ് മറന്റെ കരുള് കുളിർപകരാവ് ഇന്നാണ് ചിരിച്ച് മണിയറയിൽ മാറൻ നേരത്ത് ഏകുന്നോനെ തമ്പുരാ
ഇല്ല. കൂടുതലൊക്കെ ഈ കുളിയെല്ലാം കഴിഞ്ഞു ബാക്കിലൊന്നും കാണുന്ന ദിനശദാസ് റെഡി ആവുകയാണ്. കേളക്രീമനെ തേക്കുന്നുണ്ട് ഇങ്ങനെ ചിങ്ങയില്ല ഇങ്ങനെ ചെയ്യും ബാലു ഇങ്ങനെ ചെയ്യും. കേളാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. കേൾ ക്രീം അപ്ലൈ ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി. നമ്മള് കുളിച്ച് കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റായി കുറച്ച്. ഇനി പോയി ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. ഓക്കെ. ഫുഡിന് വന്നപ്പോൾ പൊറോട്ടയും ചിക്കൻ കറിയും അത് എടുക്കാൻ പറ്റില്ല. അപ്പം തന്നെ തിരക്കില്ല. ഞങ്ങൾ നമുക്ക് ഐസ്ക്രീം പ്ലാൻ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കാണ്. ഇതിലൊക്കെ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടിയാൽ വരുന്നത് ഗൈസ്. 3 പെയറുകളാണ് നമുക്കുള്ളത്. ഒന്ന് ദോണ്ട നിൽക്കുന്നു, ഒന്നിവള്, ഒന്ന് ഓൻ, പിന്നെ 2 എണ്ണം. ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊന്നും തിരിയൂല, കാരണം ഞാൻ ഇത് പറഞ്ഞിട്ടില്ലല്ലോ എന്താണെന്നില്ലേ. ചെറിയൊരു സംഭവം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ അടുത്ത് വരുന്നുണ്ട്, അത് പോയി കാണണം. എപ്പോൾ ഇടാന്ന് അറിഞ്ഞൂടാ, എന്നാലും ഇടുമ്പോൾ. പിന്നെ ഇത്രയില്ലും ഫസ്റ്റ് ഡേ ഇങ്ങനെ കഴിഞ്ഞ്. സമയം ഇപ്പോൾ 2 മണി ആയേ. ഓക്കെ എന്നാ.